പ്രഗ്നൻസി പോസിറ്റീവ് ആവുമ്പോൾ തന്നെ പേഷ്യൻസിനോട് ഡോക്ടേഴ്സ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് കഴിച്ചു തുടങ്ങാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതുപോലെ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവരോടും ഫോളിക് ആസിഡ് നേരത്തെ 1 മന്ത് മുന്നേ കഴിച്ചു തുടങ്ങാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഫോളിക് ആസിഡ് പ്രഗ്നൻസിയിൽ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫോളിക് ആസിഡ് അഥവാ വൈറ്റമിൻ B9 കുഞ്ഞിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ DNA ഫോർമേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കുഞ്ഞിന്റെ ന്യൂറൽ ട്യൂബ് ഫോർമേഷന് ഫോളിക് ആസിഡ് വളരെയധികം അത്യാവശ്യമാണ്. ന്യൂറൽ ട്യൂബാണ് പിന്നീട് ഗർഭസ്ഥ ശിശുവിന്റെ ബ്രെയിൻ, സ്പൈനൽ കോഡ് എന്നീ അവയവങ്ങളായി തീരുന്നത്. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടായി കഴിയുമ്പോൾ ന്യൂറൽ ട്യൂബ്, സ്പൈന ബൈഫിഡ പോലെയുള്ള ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 മാസം ഗർഭിണികൾ എന്തായാലും ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് എടുക്കേണ്ടതാണ്. പ്രഗ്നൻസി കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ 1 മാസം മുന്നേ തന്നെ പ്ലാൻഡ് പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് എടുത്തു തുടങ്ങേണ്ടതാണ്. ഫോളിക് ആസിഡ് നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുമോ? ഭക്ഷണത്തിലും ഫോളിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നമുക്ക് ധാരാളമായി കഴിക്കാൻ സാധിക്കും. ചീര, ഇലക്കറികൾ, ഓറഞ്ച്, ലെമൺ ഇങ്ങനത്തതിലൊക്കെ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഭക്ഷണത്തിലൂടെ മാത്രം നമുക്ക് ഫോളിക് ആസിഡ് ലഭിക്കുകയില്ല. ഭക്ഷണം കഴിച്ചാൽ പോലും നമ്മൾ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് എല്ലാ പ്രഗ്നന്റ് ലേഡീസും ആദ്യത്തെ 3 മാസം നിർബന്ധമായും എടുക്കേണ്ടതാണ്. എല്ലാ ഗർഭിണികളും ഒരേ ഡോസ് ഫോളിക് ആസിഡ് ആണോ എടുക്കേണ്ടത്? ആർക്കെങ്കിലും കൂടുതലായിട്ടുള്ള ഫോളിക് ആസിഡ് ആവശ്യകതയുണ്ടോ? ചില പ്രത്യേകതരം കണ്ടീഷൻസിൽ കൂടുതൽ ഫോളിക് ആസിഡ് എടുക്കേണ്ടതുണ്ട്. അതായത് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഡയബറ്റിസ് ഉള്ളവര്, സീഷർ അല്ലെങ്കിൽ അപസ്മാരത്തിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവര്, ഇതിനു മുന്നേ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് ഉള്ള ഒരു കുഞ്ഞ് ഉണ്ടായിട്ടുള്ളവര്, ഇങ്ങനെയുള്ളവരെല്ലാം ഫോളിക് ആസിഡിന്റെ ഡോസ് കൂടുതലായിട്ടും എടുക്കേണ്ടതാണ്.